നാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിലാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഇൻ്റലിജൻസ് നമ്മളിൽ തന്നെ ഉള്ള ശക്തിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മനസ്സെന്ന് പറഞ്ഞാൽ ഗുണസമ്മിശ്രം എന്നാണ്. എന്താണ്? തമോ ഗുണമുണ്ട്, അവർക്ക് പറയണം, എനിക്ക് കാതിത്തിരി കുറവാണ്. രജോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്. അപ്പം തമോ ഗുണത്തെ എന്താക്കണം? രജോ ഗുണമാക്കണം, രജോ ഗുണത്തെ സത്വഗുണമാക്കണം, സത്വഗുണത്തെ സമചിത്തമാക്കി മാറ്റണം. അതെങ്ങനെയാണ് സാധിക്കുക? നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ള ഒരു പരിശീലനം നമുക്ക് കപിലൻ തരികയാണ്. അപ്പം കപിലൻ അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതിനൊക്കെയുള്ളൊരു ശക്തി, ഇതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു കാര്യം ഇന്നും വ്യക്തമല്ല, ഫിസിക്സിന് പോലും വ്യക്തമല്ല. അപ്പം നമ്മൾ കേട്ട് കാണും ടൈം എന്നൊരു ഫാക്ടർ. ഫിസിക്സിന് ടൈമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രപഞ്ചം ബിഗ് ബാങ്കുകളും മറ്റും ഡെവലപ്പ് ചെയ്ത സമയം എന്നത്, അതുപോലെ സൂര്യനിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ട് വരാനെടുക്കുന്ന ടൈം, ഒരു ഇത്രയും സെക്കൻഡിലാണ് ഇതിൻ്റെ സൂര്യപ്രകാശം ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ സമയത്തിൻ്റെ അളവ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം, ഇപ്പം നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കുന്നു, വാച്ച് ഉപയോഗിക്കുന്നു, ഇതെല്ലാം ഭൂമിയുടെ ഒരു കറക്കത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഇല്ലേ സമയം എന്നത്? അല്ലേ? അങ്ങനെയില്ലേ? ചലനത്തിനെ ആസ്പദമാക്കിയാണ് ടൈം കണക്കാക്കാൻ പറ്റുള്ളൂ. ചലനമുണ്ടെങ്കിലേ സമയമുള്ളൂ. സമയമുള്ളതിന് കാരണം ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ ചലനമുള്ളത് കൊണ്ടാണ്. ഇനി ഇതൊക്കെ നമ്മൾ ചലനം എന്നൊരു വാക്കേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ചലനം കേവലം പുറത്ത് മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിലും ചലനമുണ്ട്. ഉണ്ടോ? ചിന്തകൾ ചലിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇനി എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഈ ചലനം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു നിലയ്ക്കാത്ത ചലനമാണെങ്കിൽ, ചലനത്തിന് ഒരു അൺസ്റ്റഡി, അതായത് അതിനൊരു കൺട്രോൾ ഇല്ല എങ്കിൽ, അതങ്ങനെ അതിൻ്റെ ഇഷ്ടത്തിൽ ചലിക്കുകയാണെങ്കിൽ സമയം എന്നതൊന്നുണ്ടാകുമോ? സമയം എന്നതൊന്നുണ്ടാകുമോ? സമയം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അളക്കാൻ പറ്റുന്നതായിരിക്കണം ചലനം, അല്ലേ? അളക്കാൻ പറ്റുമ്പോഴല്ലേ സമയമുള്ളൂ. കൂടെ വന്നില്ലേ നിങ്ങൾ? അളക്കാൻ പറ്റണമെങ്കിൽ സമയത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. അതിൻ്റെ ഇഷ്ടപ്രകാരം, തോന്നിയ പ്രകാരം ആവരുത്. ഒരു ചലനത്തിൻ്റെ, ശ്രദ്ധിക്കുക, ഒരു ചലനത്തിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ, ഒരു ചലനത്തിന് നിയന്ത്രണമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു ഇൻ്റലിജൻസ് വേണ്ടി വരുമോ? അതോ അത് തന്നെ ചലനത്തിനെ നിയന്ത്രിക്കുമോ? ഒഴുകിക്കൊണ്ടു പോകുന്ന, നല്ല തീവ്രതയിൽ ഒഴുകുന്ന വെള്ളത്തിന് അത് തന്നെ അതിനെ നിയന്ത്രിക്കുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വേറൊരു ഫാക്ടർ കൊണ്ടുവരണം, വേണ്ടേ? എന്തെങ്കിലും നമ്മൾ തടയണകൾ പണിയണം, ഡാമുകൾ പണിയണം, വേണ്ടേ? ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ചലനം ഒരു താളാത്മകതയിലാണെങ്കിൽ, എന്ന് വെച്ചാൽ അതിവേഗതയിലല്ല, അതിൻ്റെ ഇഷ്ടപ്രകാരമല്ല, തോന്നിയതുപോലെയല്ല, അതിനൊരു താളമുണ്ടെങ്കിൽ, നിയന്ത്രണമുണ്ടെങ്കിൽ, ഈ ചലനത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തി കൂടെ ഉണ്ടാകുമോ? ഇത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ ചോദ്യത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ അവർ പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ചലനമാണെങ്കിലും ആ ചലനത്തിനൊരു ഗതി ഉള്ളതിന്, ഗതി എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഒരു ഇൻ്റലിജൻസ് അതിനെ നിയന്ത്രിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം നോക്കൂ, നമ്മുടെ ശരീരത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ശരീരത്തിൻ്റെ വളർച്ച, ഈശ്വരനെ അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോകണ്ട, നിങ്ങളുടെ ശരീരം നോക്കിയാൽ തന്നെ മതി. 2 കൈകളും കൃത്യ അളവിൽ വളരുന്നു, അല്ലേ? 2 കാലുകളും കൃത്യ അളവിൽ വളരുന്നു. ഓരോ അവയവങ്ങളും കൃത്യതയിൽ വളരുന്നു. ഈ വളർച്ച ഉണ്ടാകുന്നതിന് കാരണം ഇതിലൊരു വളർച്ചയ്ക്ക് നിയന്ത്രണം ഉള്ളത് കൊണ്ടല്ലേ? അങ്ങനെ നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലത് കൈയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വളരേണ്ടത് ഏതായിരിക്കും? ചോറ് മുഴുവൻ കഴിക്കുന്ന നാക്കിലൂടെയാണ്. അപ്പം നാക്ക് പറയാണ്, ഞാനാണ് ഇതൊക്കെ അകത്തേക്കാക്കിയത്, അതുകൊണ്ട് എനർജി മുഴുവൻ എനിക്ക് കിട്ടണമെന്ന് നാക്ക് വിചാരിച്ചിരുന്നെങ്കിൽ നാക്കിൻ്റെ വളർച്ച എന്തായിരിക്കും?
ഇത് പിടിച്ചാൽ കിട്ടുമോ? അപ്പം ഈ അവയവങ്ങളൊക്കെ അതിൻ്റേതായ കൃത്യതയിൽ വളരുന്നു. ഒന്നിനും അമിതമായി വളരാനുള്ളൊരു ഫ്രീഡമില്ല, ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് ഇതിനെ നിയന്ത്രിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞൊരു വാക്കാണ് ഈശാവാസ്യമിതം സർവം. സർവം ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈശാവാസ്യം ഇതം സർവം. ഈ പ്രപഞ്ചം മുഴുവൻ അനന്തമായ ഈശ്വരൻ്റെ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൽ അവസാനം പറയുന്ന മന്ത്രമാണ് ശിവശക്തി ഐക്യരൂപിണി. ഏത് ചലനത്തിൻ്റെ പിന്നിലും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി, ഒരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിലാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഇൻ്റലിജൻസ് നമ്മളിൽ തന്നെ ഉള്ള ശക്തിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കപിലൻ ഈ കാര്യം വെച്ചുകൊണ്ട് അമ്മയോട് പറയുന്നു, അമ്മേ, ഉള്ളിൽ പരിവർത്തനത്തിനുള്ള കഴിവുകളും ശക്തിയും ഈശ്വരീയതയും ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഇമോഷനുമുണ്ട്, ആ ഇമോഷനെ മാറ്റിമറയ്ക്കാൻ കഴിയുന്ന ഇൻ്റലിജൻസുമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇമോഷനോടാണ് കൂടുതൽ ചേർന്നിരിക്കുന്നത്. ആ ഇൻ്റലിജൻസിനോട് ചേർന്നിരിക്കാൻ നമ്മൾ പരിശീലിക്കാത്തതുകൊണ്ട് മനസ്സിനെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ കൊണ്ടാണ്, ചുറ്റുപാട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്ന് നമ്മൾ ന്യായീകരിക്കുന്നത്, അല്ലേ? ഇപ്പം ഇവിടെ ഒരു സാധന ചെയ്യുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഇൻ്റലിജൻസിനോട് അടുക്കുമ്പോൾ അവൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന പല വികാരങ്ങളും, അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിമറച്ച് അതൊന്നും നമുക്കൊരു അപകടകാരികളല്ലാത്ത വിധത്തിൽ ആക്കിയെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു പരിശീലനം ഇനി അമ്മയ്ക്ക് കൊടുക്കുന്ന ഭാഗമാണ് 27-ാം അധ്യായം മുതൽ. അവിടെ പറയും, കാലത്തെണീക്കണം, ജപിക്കണം. ഇത് രണ്ടും കമ്പൽസറിയാണ്. ഏത് രണ്ടും? കാലത്തെണീക്കണം, ജപിക്കണം, ധ്യാനിക്കണം. സഞ്ചിന്തയേ ഭഗവത ചരണാരവിന്ദം. രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് ജപവും ധ്യാനവും വേണം. ഈ ജപവും ധ്യാനവും ഒക്കെ നമുക്ക് കുറച്ചൊക്കെ തലമുറകളിലേക്ക് പറഞ്ഞ് കൊടുത്താൽ, മനസ്സിലാക്കി കൊടുത്താൽ, ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയിൽ നിന്നും അവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയുകയാണ്, അമ്പലങ്ങളിൽ പോയി കുട്ടികൾക്ക് വേണ്ടി വഴിപാട് ചെയ്തതുകൊണ്ട് ഒരു ദേവനും ഒരാളുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ അതിനേക്കാളുപരി കൃഷ്ണൻ പറഞ്ഞതുപോലെ അഭ്യാസേനതു കൗന്ദേയ. കാരണം ഒരു ഹിന്ദു മതത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ കുറേ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. ഞാൻ അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം, കുട്ടികളെ കൊണ്ട് ആചരിപ്പിക്കാതെ ഒരു വശത്ത് എന്തോ പൂജാദികൾ ചെയ്തതുകൊണ്ട് അത് അന്ധമായതാണ്, അത് അന്ധതയാണ്. പൂജകൾ ചെയ്തോളൂ, അതൊക്കെ ചെയ്തോളൂ, അതൊന്നും എതിർക്കുന്ന. പക്ഷേ ഇവിടെ ഏതുകൂടെ വേണം? അഭ്യാസവും കൂടെ വേണം, പരിശീലനവും കൂടി വേണം.